2025 മോഡൽ 26 രജിസ്ട്രേഷൻ. 6 മാസം പഴക്കമുള്ള വണ്ടിയാണ്. 26-ലാണ് ഡെലിവറി ഒക്കെ പോകുന്നത്. അപ്പൊ വണ്ടിക്ക് വാറണ്ടി 29 വരെ കിട്ടുന്നുണ്ട്. രൂപയ്ക്ക് 2020 വെറും 38,000 കിലോമീറ്റർ ഓടിയ എസ് ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് വെന്യൂ. ഇതിന്റെ അകത്ത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ? 2024 മോഡല് ക്രെറ്റ എൻലൈൻ N10 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് ക്രെറ്റയിൽ ഏറ്റവും ടോപ്പ് വരുന്ന വേരിയന്റ് ആണ്. 27 വരെ വാറണ്ടി ഉണ്ടാവും അല്ലേ? സീറോ ക്ലെയിം, ഒരു നീറ്റ് പീസ് വണ്ടിയാണ്, സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന അടിപൊളി വാഹനങ്ങൾ ലഭിക്കുന്ന ഒരു ഷോറൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. TG7 കൊടുങ്ങല്ലൂർ. കാര്യം ഞാൻ പറഞ്ഞുതരാം. അതാ ക്രെറ്റ 2 ഉണ്ട്. അതിൽ ഒന്ന് EV ആണ്, പിന്നെ BYD-യുടെ ഒരു EV ഉണ്ട്. EV പക്ഷേ ഇപ്പോൾ ഏറ്റവും അധികം എൻക്വയറി വരുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് BYD EV ഒക്കെ നല്ല രീതിയിൽ എൻക്വയറി വരുന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഏതാ വാഹനം എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. പിന്നെ അതാ Volkswagen Tiguan, ഹാരിയർ, സെൽട്ടോസ് തുടങ്ങിയ വാഹനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മെഴ്സിഡസ് ബെൻസിന്റെ 3 സെഡാൻ കാറ്റഗറി ഉണ്ട്. അതിൽ തന്നെ ഒരു കിഡിലൻ പെർഫോമൻസ് C43 പെർഫോമൻസ് കാറും ലഭ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ TG7 കൊടുങ്ങല്ലൂർ. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് റസിൻ ഭായിനെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ബ്രോ. സുഖല്ലേ? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിന്റെ ഒക്കെ? വീഡിയോസ് നല്ല റെസ്പോൺസ് ആയിരുന്നു. നമ്മുടെ രണ്ട് ഇവോക്ക് നമ്മള് ചെയ്തത് ബ്ലാക്കും രണ്ടും പോയില്ലേ? രണ്ടും അതിലൂടെ പോയി. ഓക്കെ, രണ്ടും പോയിട്ടുണ്ട്. ഓക്കെ, ഒന്നൊരു സെലിബ്രിറ്റിയുടെ കയ്യിലേക്ക് വന്നത് പോയത് പറയണ്ട. ഓക്കെ, അപ്പോ കൊടുങ്ങല്ലൂര് അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ്. ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ടാവും അല്ലെ? ഏകദേശം 1.5 കിലോമീറ്റർ. എന്താ പറയാ, ഫുൾ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന വാഹനങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമായിട്ടുണ്ടാവുക. അതും അത്യാവശ്യം മോഡലുള്ള വണ്ടികൾ തന്നെ ആയിരിക്കും നിങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. കൂടുതൽ മോഡൽ ഒരു 18 മുതലൊക്കെ മേലോട്ടുള്ള വണ്ടികൾ തന്നെയാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. എന്തായാലും കണ്ടുപോകാം. നല്ല അടിപൊളി പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. ഓണം വരാൻ പോവാണ്. ഇനിയിപ്പോ ഓണത്തിന് അടുപ്പിച്ച് നമ്മൾ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. അപ്പൊ ഓണത്തിന്റെ ഒരു പ്രൈസ് തന്നെ നമുക്ക് കൊടുക്കാലോ. അത് ഞാൻ മുന്നേ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ തന്നെ നമ്മൾ പ്രീമിയം സെഗ്മെന്റ്സ് കൂടുതൽ ചെയ്യുന്നതിന്റെ പേരിൽ നമ്മൾ പ്രൈസ് പറയാൻ നോക്കണ്ട. ഞങ്ങൾ അതർ പ്ലാറ്റ്ഫോമിലും മാർക്കറ്റിംഗ് ചെയ്യണ്ട്. നമ്മളെ വിളിച്ചോ, നമുക്ക് ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ ചെയ്തു കൊടുക്കും. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, പ്രൈസ് എന്തായാലും കുറച്ച് പറയാം. പ്രീമിയത്തിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. ഇങ്ങനത്തെ വണ്ടിയിലൊന്നും മേടിക്കേണ്ട ആവശ്യം നമ്മൾ പറയാം, വീഡിയോയിൽ പറയാം. ഓക്കെ, എന്തായാലും കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. നിങ്ങളില്ലാതെ നമ്മളില്ല, നമ്മൾ ആരും മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ തന്നെ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോണ്ടല്ലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം അല്ലേ? ഓക്കെ, നമ്മുടെ ആദ്യ വാഹനം BYD-യുടെ ആറ്റോ 3 ആണ്. ഞാൻ EV-നെ കൊണ്ട് പറയാൻ കാരണം വെച്ചാൽ ഞാൻ എവിടെ EV ചെയ്തിട്ടോ EV-ക്ക് ഭയങ്കര. ഓക്കെ, പ്രത്യേകിച്ച് ഈ BYD എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ട്രസ്റ്റ് ആൾക്കാർക്ക് ഉണ്ട്. പിന്നെ നമ്മൾ മുന്നേ വീഡിയോയില് നമ്മുടെ ടാറ്റ നെക്സോൺ, പിന്നെ XUV 400 EV നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല എൻക്വയറി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ആറ്റോ 3 ആണ്. ഏതാ മോഡല്? ഇത് 2025 മോഡൽ 26 രജിസ്ട്രേഷൻ. 6 മാസം പഴക്കമുള്ള വണ്ടിയാണ്. 26-ലാണ് ഡെലിവറി ഒക്കെ പോകുന്നത്. അപ്പൊ വണ്ടിക്ക് വാറണ്ടി 29 വരെ കിട്ടുന്നുണ്ട്. വണ്ടിയുടെ വാറണ്ടി, ഫിസിക്കൽ വാറണ്ടി. ബാക്കി കിലോമീറ്റർ വാറണ്ടി അതെങ്ങനെ വരുന്നത്? 160 അല്ലേ വരിക? ബാറ്ററി 160 ആണ് വാറണ്ടി. 8 ഇയേഴ്സ് അല്ലേ? 8 ഇയേഴ്സ്. സെക്കൻഡ് ഓൺഷിപ്പിലേക്ക് പോകുമ്പോൾ 8 ഇയേഴ്സ് ആവും. പിന്നെ അതില് കിലോമീറ്റർ എത്ര ഓടി? 11,000 കിലോമീറ്റർ ഓടിക്കണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. അപ്പൊ കുറഞ്ഞ ഓട്ടാണ് പോയത് കേട്ടോ. ഡൈനാമിക് എന്ന് പറഞ്ഞ വേരിയന്റ്. ഡൈനാമിക് ഈ ഓപ്ഷന് പുതിയ എത്ര ഉണ്ട് ശരിക്കും? 29 ലക്ഷം. 29 ലക്ഷം വരുന്ന വണ്ടിയാണ്. നമുക്ക് എന്തായാലും പ്രൈസ് കണ്ടു നോക്കാം. 11,000 ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ 160 വരെ ഓടാം വാറണ്ടിയിൽ. അത് മാത്രമല്ല 8 വർഷമുണ്ട്. പിന്നെ ഇതിന് 480 റേഞ്ച് വരുന്നത് കിലോമീറ്റർ കമ്പനി പറയണത്. നമ്മളിത് ട്രിവാൻഡ്രത്ത് നിന്ന് എടുത്താണ്. ഞാൻ ഫുൾ ചാർജ് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു 120 കിലോമീറ്ററോളം ബാലൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അത്യാവശ്യം റേഞ്ച് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? 400 എന്തായാലും കിട്ടുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് ഇപ്പൊ റോഡ് പണിയൊക്കെ കിടക്കണ കാരണം ഒരുപാട് ട്രാഫിക്കിലൂടെ നമ്മൾ അതിന്റെ കുറച്ച് കുറവുകൾ ഉണ്ടാവും. 400 മേലെ. കാരണം ട്രിവാൻഡ്രം ടു കൊടുങ്ങല്ലൂർ ഏകദേശം 300 കിലോമീറ്റർ ഉണ്ട്. പിന്നെ 120 ബാലൻസ് കാണിച്ചിട്ടുണ്ട്. പ്രൈസ് എങ്ങനെയുണ്ട് ഇപ്പൊ? നമ്മൾ 24.5 ലക്ഷം രൂപ. 24,50,000 രൂപ ഇപ്പൊ ചോദിക്കുന്നത്. പ്രൈസ് മാറ്റം ഉണ്ടാവുമല്ലോ എന്തായാലും? ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എങ്ങനെ പോയാലും ഒരു 4 ലക്ഷം വില ഇപ്പൊ വ്യത്യാസം വന്നിട്ടുണ്ട്. BYD-യില് ഇപ്പൊ നമ്മള് ആദ്യമായിട്ടാണ് BYD നമ്മുടെ ഷോറൂമിൽ വരുന്നതും. നമ്മളോട് നമ്മുടെ ഒരു കസ്റ്റമറിന് വേണ്ടി നമ്മൾ വേറെ പർച്ചേസ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ ആ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ലൊരു പ്രൈസ് ആണ്. ഓക്കെ, അത് മാത്രല്ല 11,000 ഓടിയിട്ടുള്ളൂ. അതാണ് ഇനി ബാലൻസ് കിടക്കുന്ന മൊത്തം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. ലോണ് മാക്സിമം കയറുമോ? ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. മാക്സിമം കിട്ടും അല്ലേ? ഓക്കെ,
അത്യാവശ്യം ഒരു സ്റ്റൈലിഷ് വണ്ടിയാണ് കേട്ടോ. ഫാൻസി നമ്പർ ഉണ്ട്, ചെറിയ 9596. ഓക്കെ, ഇന്റീരിയർ ഒക്കെ നല്ല ഭാഗങ്ങളൊക്കെ നല്ലതാണ്. ഒരു പ്രീമിയം ലുക്കാണ്, സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. തീർച്ചയായും. അടുത്ത വണ്ടിയിലേക്ക് അടുത്ത EV ഹ്യുണ്ടായി ക്രെറ്റയാണ്. KL 42 പറവൂർ രജിസ്ട്രേഷൻ അല്ലേ? അതെ, 4149. ഫാൻസി ഞാൻ പറയുന്നില്ല. ഏതാ മോഡല്? ഇത് 2025 മാനുഫാക്ചറിങ്. ഇതുമാതിരി നമ്മൾ VYD പറഞ്ഞതിന് 26. ഇത് 26 ഫെബ്രുവരി ഇറങ്ങിയേക്കണ വണ്ടിയാണ്. 26 മുതൽ വാറണ്ടി ഉണ്ടാവില്ലേ? 3 വർഷത്തെ വാറണ്ടി. അതെ അതെ. ഓക്കെ, 26 മുതലാണ് 8 വർഷത്തെ വാറണ്ടി കണക്കാക്കാം. അപ്പോൾ ഇനി 2034 വരെ ബാറ്ററി വാറണ്ടി കിട്ടുന്നുണ്ട്. 2029 വരെ വണ്ടിക്ക് ഫുൾ വാറണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ കിലോമീറ്റർ എത്ര ഇത്? ഇത് 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4000 മാത്രം. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ്. ചോദിക്കണ്ടേ, അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് മാറിയിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പിനുള്ള വണ്ടിയാണ് ഇത്. സ്മാർട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സ്മാർട്ട് ഓപ്ഷൻ. റേഞ്ച് എങ്ങനെയുണ്ട് ഇതില്? വണ്ടി പ്ലസ് ഒരു ഹോം ചാർജറും കൂടി അഡീഷണൽ കസ്റ്റമർ പർച്ചേസ് ഉണ്ടായിരുന്നു. അബവ് 1 lakh, ഓൾമോസ്റ്റ് 1 lakh വരുന്ന ഹോം ചാർജർ ഉണ്ട്, ഫാസ്റ്റ് ചാർജർ. അതും കൂടി അത് യൂസ് അൺബോക്സ്ഡ് പീസ് ആണ് അത്. അതുണ്ട്. അതും അടക്കം നമുക്കൊരു 26 lakhsന്റെ ഇത് വരുന്ന വണ്ടിയാണ് ശരിക്കും. ചാർജർ പോയിന്റ് ഇത് ഓൺ-റോഡ് വരുന്ന വണ്ടി. അതെ. ഓക്കെ, അപ്പോ ഇതിപ്പോ വെറും 4000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇതിനും 8 വർഷം തന്നെയല്ലേ വാറണ്ടി? 8 വർഷം 160 തന്നെയാണ് കിലോമീറ്റർ. ഓക്കെ, അപ്പോൾ പ്രൈസ് എങ്ങനെയുണ്ട്? ഇത് നമ്മൾക്ക് 21.5 ലക്ഷം രൂപ ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. 21,50,000 രൂപയ്ക്ക് ഈ 1 lakhന്റെ ചാർജിങ് കിറ്റും ഉണ്ട്. വീട്ടിൽ വെച്ച് ഫാസ്റ്റ് ചാർജിങ് നടക്കുന്ന കിറ്റും ഉണ്ട് കേട്ടോ. ഓക്കെ, അതാണ് എൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയോ, ഒരു 21 ലക്ഷം വരെ അല്ല 20,000 ലോൺ കിട്ടോ? 1 lakh കണ്ടാലും നമുക്ക് ചെയ്യാം. എനിക്ക് പൊതുവെ അങ്ങനെ ലോൺ കൊടുക്കാറില്ല, ഞാൻ ചോദിച്ചത്. ലോൺ ചെയ്യാൻ പറ്റും, മാക്സിമം കയറില്ല. ഓക്കെ. പിന്നെ ഇത് 400 കിലോമീറ്റർ 420 കിലോമീറ്റർ റേഞ്ച് വരുന്ന വണ്ടിയാണ്. സ്മാർട്ട് കിട്ടിയ നോക്കി ഫിസിക്കലി കിട്ടുന്ന ഫിസിക്കലി ഒരു 300 അല്ല, കമ്പനി പറയുന്നത് 420 ആണ്. ഫിസിക്കലി ഒരു 360 370 ആ റേഞ്ച് ഒക്കെ കിട്ടും. ഓക്കെ, ഒരു 350 എന്തായാലും. ഇനി നമ്മൾ പ്രീമിയം കാറ്റഗറി കുറച്ച് വാഹനങ്ങൾ കാണാം അല്ലേ? കിട്ടില്ല 3 സെഡാൻ കാറുകളുണ്ട്. 3 വെറൈറ്റി ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യം ഈ 220D ആണ് വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനം. ഏതാ മോഡല്? 2018 മോഡലാണ്. 40,000 കിലോമീറ്റർ 41,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? ഓക്കെ, 18 മോഡല് സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, ഫുൾ സർവീസ് ഉണ്ടോ ഇത്? ഫുൾ കമ്പനി മെയിൻ്റെനൻസ്. ഇപ്പൊ ജസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ വണ്ടി. അത് നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്തത്. ഇനി എടുക്കുന്ന പാർട്ടിക്ക് 1 വർഷം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ ആയിട്ട് സർവീസ് ഒന്നും ചെയ്യണം. ഓക്കെ, 18 മോഡൽ 41,000 കിലോമീറ്റർ ഓടിയ ഈ 220D ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു ഐറ്റം അല്ലേ? നല്ല മൈലേജ് കിട്ടും, ഏകദേശം ഒരു 18 ഒക്കെ കിട്ടും. ലോകലൊക്കെ 18 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. സീറോ ക്ലെയിം അല്ലേ? സീറോ ക്ലെയിം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് NOC പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് 26 lakhs ആണ്. 26 lakhs. ഓക്കെ, 26 ലക്ഷം. ഇങ്ങോട്ടേക്ക് മാറാൻ എത്ര കാണ്ടി വരും? എന്തായാലും ഒരു 5 ലക്ഷം രൂപ നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറി വരുമ്പോൾ 31 അല്ലേ? ഇത് ശരിക്കും കേരള വണ്ടിക്ക് എത്ര മാർക്കറ്റ് വരുന്നു? കേരള വണ്ടിയാണെങ്കിൽ അബൌട്ട് 35 പോകും. 35 ലക്ഷത്തിന്റെ മേലെ പോകും കേരള വണ്ടിയാകുമ്പോൾ. ഇത് മാറി വന്നാലും 31 ലക്ഷം ആവുന്നുള്ളൂ. ഓക്കെ, 26 ലക്ഷമാണ് ഇപ്പോൾ ചോദിക്കുന്നത് NOC പ്രൈസ്. മാറണമെങ്കിൽ 5 ലക്ഷം കൂടി കാണണം. ഓക്കെ, സീറോ ക്ലെയിം, ഒരു നീറ്റ് പീസ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. മാറി കഴിഞ്ഞാൽ ലോണും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മാറാണ്ട് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ലോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 40 ദിവസത്തിനുള്ളിൽ നമുക്കത് ഇവിടെ NOC എടുത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഓക്കെ, NOC 40 ദിവസം കൊണ്ട് കിട്ടുമോ? പിന്നെ വെസ്റ്റ് ബംഗാളിലും കിട്ടുന്നുണ്ട് അല്ലേ? നമ്മളൊരു 30 days 40 days പറയും. ഇതിന്റെ ലോണിന്റെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഈ നമ്പറിൽ തന്നെ നിർത്തി ലോൺ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ 40 ദിവസത്തിനുള്ളിൽ നമുക്ക് NOC മാറി. പ്രീമിയം കാറുകളിലെ പെർഫോമൻസ് കാർ നോക്കി നടക്കുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റാണ് ഇത്. അതായത് ഇതിന്റെ ആരാധകർ ഇതിന്റെ പേര് കേട്ടാൽ തീർച്ചയായും ഉറപ്പായിട്ട് വിളി വരും. C43 അല്ലേ? AMG. ഓക്കെ, അപ്പോൾ ഹരിയാന രജിസ്ട്രേഷൻ കിടക്കുന്ന വാഹനമാണ് മെർസിഡസ് ബെൻസ്. ഏതാ മോഡല്? ഇത് 2018 മോഡലാണ്. C43 AMG 48,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 48,000 അല്ലേ? ഓക്കെ, ഇത് വളരെ റയർ ആയിട്ടുള്ള വണ്ടിയാണ്. തീർച്ചയായും കംപ്ലീറ്റ്ലി പെർഫോമൻസ് കാറാണ് വണ്ടി. ഇതിന്റെ ഇന്റീരിയർ ആയാലും നമ്മൾ നോർമൽ C220 200 വെച്ച് കമ്പയർ ചെയ്താലും വരില്ല ഇതിന്റെ പെർഫോമൻസ്. സീറ്റ് ബെൽറ്റ് പോലും. അതെ, സീറ്റ് ബെൽറ്റും കാര്യങ്ങളും കാര്യങ്ങളും. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ എക്സോസ്റ്റ് ഇൻബിൽറ്റ് എക്സോസ്റ്റ് വരാനാണ്. സൗണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ MBD ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, കമ്പനി വരുന്ന എക്സോസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതിന്റെ സൗണ്ട്സും കാര്യങ്ങളൊക്കെ. അതായത് ഈ വണ്ടിയെ പറ്റി അറിയുന്നവർ എന്തായാലും വിളിച്ചിരിക്കും. പിന്നെ വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. വണ്ടി നല്ല ക്വാളിറ്റി യൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഫുൾ കമ്പനി സർവീസ് തന്നെ?
2024 വരെയാണ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തേക്കണത്. പിന്നെ അതിനുശേഷം അവർ പുറത്താണ് ചെയ്തേക്കണത്. ഓക്കെ. അപ്പോ ഒരു ക്ലെയിമും ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് എങ്ങനെ ഇപ്പോ? പ്രൈസ് 38 lakhs. 38 ലക്ഷം NOC ആണ്. NOC പ്രൈസ് ആണ്. അവിടെ വേണമെങ്കിൽ നമ്പർ ആവാം, അല്ലെങ്കിൽ കേരളത്തിന് മാറുകയാണെങ്കിൽ എത്ര കണ്ടു വരും ഏകദേശം ഇതിന്? കാരണം ഇത് ഇപ്പൊ നോർമലി ഇതിന്റെ ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടിക്ക് ഓൾമോസ്റ്റ് 1 crore above വരുന്ന വണ്ടിയാണ്. 1 crore മേലെ പുതിയ വണ്ടിക്ക്. അന്ന് ഈ വണ്ടിക്ക് എന്തായാലും ഒരു 80+ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവണം വണ്ടിക്ക് വില അന്ന് തന്നെ. എനിക്ക് ടാക്സ് ഒരു എമൗണ്ട് വരും. 2018 ആകുമ്പോൾ എന്തായാലും നമ്മളൊരു ഇതുമാതിരി തന്നെ ഒരു 5 ലക്ഷം 6 ലക്ഷം രൂപ മേലായിട്ടൊക്കെ കാണണം. ഒരു 6 to 8 ഇടയിൽ പ്രതീക്ഷിച്ചോ? ഇത് പിന്നെ നോർമലി ആരും ഇത് നമ്പർ HRL നിർത്താൻ നമുക്കല്ലേ പോണ്ടിച്ചേരി രജിസ്റ്റർ ചെയ്യാം. അതാവുമ്പോൾ കുറച്ചും കൂടി ടാക്സ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു വാഹനം തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. അതെ. ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? നേരെ വെസ്റ്റ് ബംഗാൾ പറഞ്ഞ അതേ ഇതിൽ തന്നെ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കാം. എല്ലാം ഉണ്ട്. ഹിസ്റ്ററി അവൈലബിൾ ആണ് നമ്മുടെ അടുത്തല്ലാതെ. അടുത്തത് ബെൻസിന്റെ 3 സെഡാൻ കാറ്റഗറി ഉണ്ട് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ C300 ഡീസൽ ആണ്. ഇതും തമിഴ്നാട് രജിസ്ട്രേഷൻ കിടക്കുന്ന വാഹനം. ഏതാ മോഡൽ ഇത്? ഇത് 2020 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ വണ്ടി C300. ഓക്കെ. ഇതും ഒരു നമ്മൾ C43 കാണിച്ച പെർഫോമൻസ് അല്ല, അല്ലാണ്ട് നോർമൽ AMG ഒറിജിനൽ AMG അല്ല, MG ലൈനാണ് വണ്ടി. ലൈന്. ഓക്കെ. അപ്പോൾ കുറച്ച് ഓട്ടം പോയിട്ടുണ്ട്. ഇത് മറ്റേ രണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ? അതെ. മറ്റേ രണ്ട് കുറഞ്ഞ ഓട്ടമാണ്. ആ വർഷം വെച്ച് ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അല്ലേ? ഓക്കെ. ഇതിലും ഒന്നുമില്ലല്ലോ ക്ലെയിമോ റീപ്ലേസ്മെന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെയൊക്കെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നിലവിൽ ഓക്കെ ആണോ? അതൊക്കെ ലൈവ് ഇൻഷുറൻസ് ആയിരിക്കും. എല്ലാത്തിനും ഉണ്ട് അല്ലേ? ഓക്കെ. തീരാനായിട്ടൊന്നുമില്ല. ഇല്ല. ഓക്കെ. അത് എടുക്കുന്നവർക്കൊന്നും നമ്മള് ഏത് വണ്ടിയുടെ ആയാലും വിത്തിൻ 1 month തീരുന്നാണെങ്കിലൊക്കെ നമ്മൾ റിന്യൂവൽ ചെയ്തിട്ട് ഈ റേറ്റിന് തന്നെ കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ C300 65,000 ഡ്രിവൺ 2020 മോഡൽ കാർ. ഓക്കെ. എത്രയാ വില? എത്രയാ ഇത്? നമ്മൾ 30 lakhs, 30 ലക്ഷം. ഇത് ശരിക്കും കേരള വണ്ടി എടുക്കുകയാണെങ്കിൽ എത്ര കണ്ടി വരും? കേരള വണ്ടി ഇപ്പൊ നമ്മള് ലാസ്റ്റ് C300 ഒരു 50,000 കിലോമീറ്റർ ഓടിയത് നമ്മളൊരു 36 ലക്ഷം രൂപ റേഞ്ചിലാണ്. 36 ലക്ഷത്തിന്. ഓക്കെ. മാറാണ് തമിഴ്നാടായതുകൊണ്ട് അങ്ങനെ നെയിം ട്രാൻസ്ഫർ ചെയ്താൽ മതിയാവും അല്ലേ? ഓക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാരില്ലേ, തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ കാണുന്നുണ്ട്, മലയാളികൾ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വിളിച്ചോളൂ അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ക്രെറ്റ. സാധാരണ ക്രെറ്റയിൽ കുറച്ചും കൂടി പെർഫോമൻസ് ബേസ്ഡ് ഒരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ അല്ലേ, എടുക്കാൻ പറ്റിയ വാഹനമാണ്. N-Line ആണ്. ക്രെറ്റ N-Line KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വണ്ടി. ഏതാ മോഡല്? ഇത് 2024 മോഡല് ക്രെറ്റ N-Line N10 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് ക്രെറ്റയിൽ ഏറ്റവും ടോപ്പ് വരുന്ന വേരിയന്റ് ആണ്. ഓക്കെ. 27 വരെ വാറണ്ടി ഉണ്ടാവും അല്ലേ? 2027 വരെ വാറണ്ടി. 27 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ് N-Line. പെട്രോൾ. അതെ. പെട്രോൾ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് N10 N സീരീസിൽ. ഓക്കെ. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഇല്ല. ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും. കിലോമീറ്റർ 27,000 കിലോമീറ്റർ. 27,000. പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ. 24 മോഡൽ N10 ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? സിംഗിൾ ഓണർ. പ്രൈസ് എങ്ങനെയാണ്? പ്രൈസ് നമ്മൾക്ക് ഇത് 19.5 ലക്ഷം രൂപ. 19,50,000. N-Line ഫുൾ ഓപ്ഷൻ എത്ര ഉണ്ട്? 26 മേലെ വരും. 26 മേലെ വരും അല്ലേ? ഓക്കെ. അപ്പോൾ 19.5 ലക്ഷത്തിനാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. 26,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നോക്കാം. ലോൺ മാക്സിമം കയറുമല്ലോ? ഓക്കെ. നിലവിലെ സർവീസ് കഴിഞ്ഞ് നിൽക്കണോ? എല്ലാം അപ്ഡേറ്റഡ് ആണ്. എല്ലാം അപ്ഡേറ്റഡ് ആണ്. അടുത്ത 2 Volkswagen Tiguan. രണ്ടും സെയിം കളറാണ്. രണ്ടും സെയിം ഓപ്ഷൻ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ല, രണ്ടും സെയിം ഓപ്ഷൻ. ഇത് GT അല്ലേ? ഇത് GT, അത് ടോപ്പ് ലൈൻ. ഓക്കെ. ഇത് ഏറ്റവും ടോപ്പ് എൻഡ്. അത് 1 ലിറ്റർ ടോപ്പ് എൻഡ്. ഇത് 1.5 ടോപ്പ് എൻഡ്. KL7 രജിസ്ട്രേഷൻ വരുന്ന GT ആണ്. 1.5 ലിറ്റർ പെട്രോൾ TSI അല്ലേ? ഏതാ മോഡല്? 2022 മോഡലാണ്. 30,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 22 നോർമൽ ഓട്ടോ. 30,000 വാറണ്ടിയാണ് വണ്ടി. എത്ര വരെ? 27 വരെ വാറണ്ടി ഉണ്ട് വണ്ടിയിൽ. 27 വരെ. ഓക്കെ. 22 മോഡല് 5 വർഷം എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ 27 വരെ വാറണ്ടിയിൽ നിൽക്കുന്ന വാഹനമാണ്. വാറണ്ടിയിൽ എന്ത് സംഭവിച്ചാലും കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങില്ല. അതാണ് വാറണ്ടിയുടെ ഗുണം. പിന്നെ ഇതിലിപ്പോ സീറോ ക്ലെയിം അല്ല വണ്ടിയിൽ? ഇതിൽ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ഗാർണിഷ് ബമ്പർ അങ്ങനത്തെ ഉള്ളതല്ലാണ്ട് ഒന്നുമില്ല അല്ലേ? ഓക്കെ. അപ്പോൾ പ്രൈസ് എങ്ങനെയാ GT? നമുക്ക് 13,70,000 രൂപ. 13,70,000. GT എന്ന് ഇറങ്ങുമ്പോൾ എത്ര? 23 അല്ലേ? ഓക്കെ. ഇപ്പൊ 13,70,000 അല്ലേ? 13,70,000 രൂപയ്ക്ക് 30,000 കിലോമീറ്റർ ഓടിയ 2022 സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. അപ്പോൾ GT ഒരു പെർഫോമൻസ് ബേസ്ഡ്
വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാം. മറ്റേതുണ്ട് കേട്ടോ, അവിടെ 1 ലിറ്ററും ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ അടുത്ത വണ്ടിയിൽ. അടുത്ത ടൈക്കോൺ ഇത് ഫാൻസി നമ്പറാണ് 0011 അല്ലേ? നേരത്തെ കണ്ടതും കുറച്ച് ഫാൻസി എന്ന് പറയാം, 0399 അങ്ങനെയായിരുന്നു അതിന്റെ നമ്പർ. ഇത് 0011. അപ്പൊ ഇത് 1 ലിറ്റർ ടോപ്പ് ലൈൻ ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കാ അല്ല മാനുവൽ ആണ്. ഓട്ടോമാറ്റിക് GT അത് ഓട്ടോമാറ്റിക്, അത് DSG ഗിയർ ബോക്സ് ആണ് വരിക. നേരത്തെ കാണിച്ചത് ഇതിൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ AT വരിക, പക്ഷെ ഇത് മാനുവൽ ആണ്. പിന്നെ സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ, ഫീച്ചറിസ്റ്റിക് വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ എത്രയായി? ഇത് കിലോമീറ്റർ 25,000 കിലോമീറ്റർ ഓടിയ 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പൊ 27 വരെ വാറണ്ടി കിട്ടുമോ? വാറണ്ടി എക്സ്റ്റെൻഡഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവും. 5 ഇയർ വാറണ്ടിയാണ്. 28 വരെ വാറണ്ടി ഉണ്ടാവും. 28 വരെ വാറണ്ടി ഉണ്ട്. ഓക്കെ, വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതും ടർബോ ആണ്, അത്യാവശ്യം പെർഫോമൻസ് ഇതിനും ഉണ്ടാവും. GT ലെവലിൽ മാനുവലിലും ഓപ്ഷൻസ്, അതായത് സൺറൂഫ്, സീറ്റ് വെന്റിലേഷൻ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എല്ലാ കാര്യങ്ങളും വരുന്ന വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഓക്കെ, പ്രൈസ് എങ്ങനെയുണ്ട്? നമുക്ക് 11,40,000 രൂപ. 11,40,000 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിക്കോ. ലോണ് ഫുള്ള് കയറുമോ? ലോണിന് ഫുൾ എമൗണ്ട് അല്ല, എന്തെങ്കിലും നമ്മൾ ഡൗൺ പേയ്മെന്റ് കണ്ടുവരും. ഒരു 1 lakh ഉണ്ടോ? അത് മതിയാവും, ധാരാളം മതിയാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ പണ്ടത്തെ ഫോക്സ് വാഗൺ വണ്ടികൾ എന്ന് വെച്ചാൽ ആൾക്കാർ പേടിച്ചിട്ട് എടുക്കാണ്ട്. ഫോക്സ് വാഗൺ സ്കോഡൊക്കെ പ്രത്യേകിച്ച് ഡീസൽ വണ്ടികൾ അത്രയും മെയിൻ്റനൻസ് വരുന്നത് അങ്ങനെയല്ല. നമ്മൾ ഇത് വരുന്നത് 15,000 കിലോമീറ്ററിലാണ് സർവീസ് വരുന്നത്. അതെ, ബാക്കിയുള്ള ബ്രാൻഡ്സ് 10,000 കിലോമീറ്റർ നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം തന്നെ. ഓക്കെ, പക്ഷെ ഇതൊന്നും വെച്ചാൽ പെട്രോൾ ആയതുകൊണ്ട് വലിയ പണിയും വരില്ല, അതൊന്നും വരില്ല. ഓക്കെ, അടുത്ത കിയ സെൽറ്റോസ് ആണ്. KL8 തൃശ്ശൂർ വണ്ടിയാ. ഏതാ മോഡല്? ഇത് 2019 മോഡൽ HTX ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, ഫുൾ ഓപ്ഷന്റെ താഴേക്ക് താഴെ സൺറൂഫ് കാര്യങ്ങളുള്ള വണ്ടിയാണ്. സൺറൂഫ് അലോയ്സ്, പുഷ് ബട്ടൺ ഒക്കെ ഉണ്ടാവും. ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് വെന്റിലേഷൻ, വയർലെസ് ചാർജർ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അതെ, പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് അല്ല പറഞ്ഞത്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഡീസലിൽ മൈലേജ് ഉണ്ടാവും, ഒരു 18-20 റേഞ്ചിന്റെ അടുത്ത് ഏകദേശം മൈലേജ് കിട്ടും. കിലോമീറ്റർ 52 19 അല്ലേ? വലിയ ഓട്ടോ അല്ല കേട്ടോ, ഒരു പെട്രോൾ വണ്ടിയുടെ ഓട്ടമായിരുന്നു. പിന്നെ ഒരു ക്ലെയിം ഇല്ല, ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. പ്രൈസ് എങ്ങനെയാണ് ഇപ്പോൾ? പ്രൈസ് 11,90,000 രൂപ. 11,90,000 52,000 കിലോമീറ്റർ മാത്രം ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് HTX ഓപ്ഷൻ വരുന്ന സെൽറ്റോസ് ആണ്. പ്രൈസ് മാറ്റം ചെയ്ത് കൊടുക്കാമല്ലോ, നോക്കി. ഓക്കെ, മാക്സിമം ലോൺ കയറാം. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് നല്ലൊരു നമുക്ക് എൻക്വയറീസ് ഒക്കെ നന്നായിട്ട് വരുന്ന വണ്ടി. തീർച്ചയായും ഡീസൽ ഓട്ടോമാറ്റിക് മൈലേജ് അത്യാവശ്യം എൻക്വയറി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നോക്കിക്കോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഫോക്സ് വാഗൺ പോളോ ആണ് അടുത്തത്. KL20 രജിസ്ട്രേഷൻ. ഇപ്പോഴും എൻക്വയറിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഐറ്റം പോളോ ആണ്. നിങ്ങൾക്ക് എങ്ങനെ? ഞങ്ങളുടെ ഇവിടെ അത്യാവശ്യം ഈ വർഷം തന്നെ എനിക്ക് തോന്നുന്ന ഒരു 7-8 പോളോ നമ്മൾ TSI മാനുവലും GT കൂടി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ. ഇതേതാ മാനുവലാ? ഇത് മാനുവൽ TSI 6 സ്പീഡ് വരുന്ന വണ്ടിയാണ്. 1 ലിറ്റർ ടർബോ. 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ 17,000 കിലോമീറ്റർ അത് ഓടി. വളരെ കുറഞ്ഞ കിലോമീറ്റർ. കാര്യങ്ങളൊന്നുമില്ല, ഫുൾ കറക്റ്റ് മെയിൻറ്റെയിൻ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അത്രയും നീറ്റ് വണ്ടിയാണ്. ഓക്കെ, 22 മോഡൽ 1 ലിറ്റർ ആണ് ടർബോ. എത്രയാ ചോദ്യം? എത്രയുണ്ട്? ഇത് 930. ഫുള്ള് ഹൈലൈൻ പ്ലസ് അല്ലേ? ഏറ്റവും ഫുൾ ഓപ്ഷൻ 9,30,000. വണ്ടി അന്ന് ഇറങ്ങുമ്പോൾ ഞാനത് ജാമ്യം എടുക്കുന്ന ആൾക്കാരുടെ. പക്ഷെ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ അവസ്ഥ അല്ലേ? അടുത്തത് നമ്മളൊരു SUV എത്തിയിരിക്കുകയാണ്. ടാറ്റ ഹാരിയർ KL7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതിപ്പോ എത്തിയിട്ടല്ലോ വണ്ടി? ഇത് ജസ്റ്റ് നമ്മൾ പുതിയ വന്നിട്ടുള്ള വണ്ടി. ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് പോളിഷിങ്ങും ഏതാ മോഡൽ? ഏതാ ഇത്? 2023 മോഡല് XZA പ്ലസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയന്റ്. റെഡ് ആൻഡ് ഡാർക്ക് എന്നാണ് അതിന്റെ വേരിയന്റിനെ പറയുന്നത്. റെഡ് ആൻഡ് ഡാർക്ക്. സീറ്റൊക്കെ റെഡ്. സീറ്റ് ഒറിജിനൽ ലെതറിൽ വരുന്ന റെഡ് സീറ്റ് ആണ്. അതായത് കമ്പനി വരുന്ന അങ്ങനെ തന്നെയാണ്. ഓക്കെ, അതായത് ഡാർക്ക് എഡിഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ റെഡ് ആൻഡ് ഡാർക്ക് ആണ്. അപ്പോൾ പുറത്ത് ഡാർക്കും ഉള്ളില് സീറ്റ് പിന്നെ ഡോർ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ റെഡ് ഫിനിഷ് വരും അല്ലേ? ഓക്കെ, ഏതാ? ഡീസൽ ഓട്ടോമാറ്റിക്. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് 53,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അന്ന് ഇറങ്ങുമ്പോൾ ഓൺ റോഡ് പ്രൈസ് ഏകദേശം ഒരു 30 ലക്ഷം രൂപ മേലെ വരുന്ന ഏറ്റവും ഹാരിയറിൽ ഏറ്റവും മേലെ വരുന്ന വണ്ടിയാണ്. ഏറ്റവും ടോപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ ഓക്കെ, നമ്മൾക്ക് നല്ലൊരു പ്രൈസിലാണ് ഇത് നമ്മൾ ഇതിന്റെ അടുത്ത് പറയുന്നത്. ഒരു ക്ലെയിം ഇല്ലല്ലോ വണ്ടിക്ക്. വേറെ ചെറിയ ചെറിയ ടച്ചിങ്സ്, സിംഗിൾ ഓണർഷിപ്പ്, പ്രോപ്പർ സർവീസ് കമ്പനി ടാറ്റ സർവീസ്. 23 എന്ന് പറയുമ്പോൾ 23 9-ാം മാസമാണ്. അതായത് ഈ വർഷം
സെപ്റ്റംബർ 28 വരെ നിലവിൽ വാറണ്ടിയിൽ നിൽക്കുന്ന വണ്ടിയാണ്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2 വർഷം കൂടെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, പ്രൈസ് എങ്ങനെയാ പറഞ്ഞു? പ്രൈസ് 16.5 ലക്ഷം രൂപ നമുക്ക് 16,50,000 രൂപ. 30 ലക്ഷത്തിന് വില വന്ന വണ്ടിയാണ്. 53,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക്, 23 അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് ഹാരിയർ ആണ്. ഇത് ഈ കൊല്ലത്തിലല്ല നിങ്ങൾക്ക് തരിക, ഫുൾ ക്ലിയർ ചെയ്ത് നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റി അടിപൊളിയാക്കി സെറ്റ് ആയിട്ടേ തരുള്ളൂ. ഉറപ്പല്ലേ? ഓക്കെ, ഈ പ്രൈസ് ഏകദേശം ലാസ്റ്റ് തന്നെയാ? ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഇതില് വേറെ നമുക്ക് പോളിഷും കുറച്ച് പെയിന്റ് ടച്ചപ്സും ഉണ്ട്. പിന്നെ ഈ എറണാകുളം സിറ്റിയിൽ ഓടിയതിന്റെ ചെറിയൊരു സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്യണം. ഓക്കെ, മാക്സിമം ലോണും കയറുള്ളത്? അതെ, കാരണം വാല്യൂ അത്ര ഉണ്ടല്ലോ. അതെ, തീർച്ചയായും. ഓക്കെ, അപ്പൊ ഈ ഷേപ്പ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും വരും അല്ലേ? പുതിയ ഷേപ്പ് മാറിയല്ലോ. ഓക്കെ, സ്കോർപിയോ രണ്ടാമത് മാർക്കറ്റിൽ തരംഗമാവുന്നുണ്ട്. KL8 രജിസ്ട്രേഷൻ വരുന്ന ഓൾ ന്യൂ സ്കോർപിയോ ആണ്. ഏതാ മോഡൽ ഇത്? ഇത് 2023 മോഡല് Z6 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ടോപ്പിന്റെ താഴേക്ക് താഴെ Z8 ലക്ഷറി, Z6 അങ്ങനെ വരും. സൺറൂഫ് വരും വണ്ടിയിൽ. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല, കീ സ്റ്റാർട്ട് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോ റിവേഴ്സ് ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അലോയ്സ് ഉണ്ടാവില്ല. സൺറൂഫ് ഉണ്ട്. പിന്നെ ഏതാ മോഡൽ പറഞ്ഞ? 2023. ഏതാ 8ാം മാസം? അത് 2023 വാറണ്ടി കഴിഞ്ഞു. ജൂലൈ ആണ് വണ്ടി, കഴിഞ്ഞിട്ടുള്ളൂ വണ്ടി. ഓഗസ്റ്റ് ആണ് 8. അതെ, 7ാം തീയതി കഴിഞ്ഞു അല്ലേ? സോറി, ജസ്റ്റ് കഴിഞ്ഞു. എനിക്ക് കിട്ടൂല. ഓക്കെ, കിലോമീറ്റർ എത്ര ഓടി? 35,000 കിലോമീറ്റർ. മാനുവൽ 35,000 കിലോമീറ്റർ ഡീസൽ മാനുവൽ. 2023 മോഡൽ വാഹനമാണ്. കറക്റ്റ് 3 വർഷം ആയ വണ്ടിയാണ്. സീറോ ക്ലെയിം അല്ലേ? സീറോ ക്ലെയിം വണ്ടി. ഓക്കെ, പ്രൈസ് എങ്ങനെയാ? പ്രൈസ് നമുക്ക് 16,30,000 രൂപ. 16,30,000. ഈ Z6 ഇറങ്ങുമ്പോൾ എത്ര ഉണ്ട്? Z6 ഇറങ്ങുമ്പോൾ 22ന്റെ അടുത്തായിട്ട് വരും. 22ന്റെ അടുത്ത്. ഓക്കെ, 21 സംതിങ്, 20 ബിറ്റ്വീൻ 21 and 22. അപ്പൊ വലിയ ഓട്ടം പോവാത്ത, അല്ല ഓട്ടം പറഞ്ഞു, നമ്മൾ പറഞ്ഞില്ല, 35,000 കിലോമീറ്റർ. 35,000 ഓക്കെ, നോർമൽ ഓട്ടം. നോർമലി നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഒരുപാട് 7 സീറ്റർ വണ്ടികൾ കാണിച്ചു. തീർച്ചയായും. അന്ന് സ്കോർപിയോ നമ്മൾ കാണിച്ചിട്ടില്ല, വേറെ പിന്നെ വൈറ്റ് കാണിച്ചിരുന്നു. അതിന്റെ മുന്നേ കാണിച്ചിട്ടുണ്ട്. സ്കോർപിയോ അത് പോയിട്ടില്ലേ അത്യാവശ്യം? അതെ, തീർച്ചയായും. അപ്പൊ എന്തായാലും നോക്കുന്നവര് പെട്ടെന്ന് തന്നെ വിളിച്ചോ. ലോണ് മാക്സിമം കയറുമല്ലോ? 15 വരെയൊക്കെ കയറും. അടുത്ത 3 ഹ്യുണ്ടായി കാറുകളാണ്. 3 വെറൈറ്റിയാണ് അല്ലേ? ഓക്കെ, ഹ്യുണ്ടായി ക്രെറ്റ ആണ് ആദ്യം. KL1 തിരുവനന്തപുരം വണ്ടി. ഏതാ മോഡൽ ഇത്? 2016 മാനുഫാക്ചർഡ്, 17 രജിസ്ട്രേഷൻ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിലേക്കാണ് വണ്ടിയാണ്. 72,000 ആണ് ഓടിക്കണേ. പെട്രോൾ ഓട്ടോമാറ്റിക്. SX, അതായത് പെട്രോൾ ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? SX ഓപ്ഷനിൽ, SX ഓപ്ഷനിൽ ഏറ്റവും ടോപ്പിന്റെ തന്നെയാണ്. അന്ന് സൺറൂഫ് വരില്ല, സൺറൂഫ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് ക്രെറ്റ നോക്കി നടക്കുന്നവർ, ഈ ഷേപ്പിൽ നോക്കി നടക്കുന്നവർ പറ്റിയ വണ്ടിയാണ്. വേറെ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ചെറിയ ബമ്പർ സ്കിൻ അങ്ങനത്തെ സംഭവങ്ങളുള്ളൂ. ഓക്കെ, വേറെ ഒന്നുമില്ല. മേജർ ക്ലെയിം ഒന്നും? സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പിലാണ്. കിലോമീറ്റർ 72,000 കിലോമീറ്റർ. 72. ക്രെറ്റ അല്ല, പെട്രോൾ ആണ്, നോർമൽ ഔട്ടാണ്. ഓക്കെ, പ്രൈസ് എങ്ങനെയാ? പ്രൈസ് 7,30,000 രൂപ. 7,30. എന്തെങ്കിലും മാറ്റം ഉണ്ടാവില്ലേ? എന്തെങ്കിലും. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. 7,30. സിംഗിൾ ഓണർഷിപ്പിലേക്ക് വണ്ടിയാണ്. വലിയ ഓട്ടോ ഇല്ല. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഹ്യുണ്ടായുടെ വെർണയാണ്, സെഡാൻ കാറ്റഗറിയാണ്. KL50 G250. ഓക്കെ, അതിപ്പോ 0 ചേർക്കണം കേട്ടോ. മുന്നിൽ 250 വെച്ച് നടന്നാല് ഫൈൻ കിട്ടും. ഏതാ മോഡല്? ഇത് 2017 SXO എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ടോപ്പ് എൻഡ് വണ്ടിയാണ്. സീറ്റ് വെന്റിലേഷൻ, സൺറൂഫ്, പെട്രോൾ ഓട്ടോമാറ്റിക്. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് സെഡാൻ കാറ്റഗറിയാണ്. 1.6 പെട്രോൾ എഞ്ചിൻ വരുന്ന വണ്ടി. ഏറ്റവും ടോപ്പിന്റെ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, 52,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് വണ്ടി. വലിയ ഓട്ടോ ഇല്ല. 17 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്. സെക്കൻഡ് ഓണർ. ഒരു ക്ലെയിമുള്ള ഒന്നുമില്ല. പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. പ്രൈസ് എങ്ങനെയാ? ഇത് നമുക്ക് 7,10,000 രൂപ. 7,10 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. 17 SX ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക്, 52,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ, അപ്പോ നല്ലൊരു പെർഫോമൻസ് സെഡാൻ നോക്കുന്നവർ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് അല്ലേ? ഓപ്ഷൻ നല്ല ഓടിക്കാനും നല്ല സുഖമായിരിക്കും. ഇതൊന്നും മൈലേജ് ബേസിൽ എടുക്കുന്ന വണ്ടിയല്ല. മൈലേജ് ഒരു 12 കുറവായിരിക്കും. മാക്സിമം 12 വരെയൊക്കെ നോക്കിയാൽ മതി. ഓക്കെ, ലോൺ മാക്സിമം കയറുമോ? ലോൺ മാക്സിമം ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടിയിലേക്ക് ഇതാ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഹ്യുണ്ടായി വെന്യൂ ആണ്. KL57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വണ്ടി. ഇതേതാ മോഡൽ ബ്രോ? ഇത് 2020 മോഡൽ, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ, SX പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ടോപ്പ് എൻഡ് വരുന്ന വണ്ടി. ഇത് ഓട്ടോമാറ്റിക് ഹ്യുണ്ടായിന്റെ ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ് അല്ലേ? മൊത്തത്തിൽ നമ്മൾ കാണിച്ച 4 വണ്ടികളും ഓട്ടോമാറ്റിക് ആണ്. ഈ 3 ഓട്ടോമാറ്റിക്. സോറി, 3 വണ്ടി ഓട്ടോമാറ്റിക്.
അപ്പോൾ സൺറൂഫ്, പുഷ് ബട്ടൺ, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സ് ഉള്ളത് ഫീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല? ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. 38,000 കിലോമീറ്ററിന് ആകെ ഓടിയിട്ടുള്ളൂ വണ്ടി. വലിയ ഓട്ടം പോയിട്ടില്ല. 20 മോഡലാണ്. ഓട്ടോ തീരെ കുറവാണ്. പ്രൈസ് എങ്ങനെയാണ് നമ്മുടെ പ്രൈസ്? നമുക്ക് ഫൈനലായിട്ട് 8 ലക്ഷത്തിന് കൊടുക്കാം. ഫൈനൽ 8 ലക്ഷം ഫൈനൽ. ഓക്കെ, 8 ലക്ഷം രൂപയ്ക്ക് 2020 വെറും 38,000 കിലോമീറ്റർ ഓടിയ എസ് ഓപ്ഷനിൽ പെട്രോൾ ഓട്ടോമാറ്റിക് വെന്യൂ. ഇതിൻ്റെ അകത്ത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ടോപ്പിൽ വേണ്ടി. ലോണും എന്തായാലും 90% ലോണും ചെയ്യാൻ പറ്റും. 20 വണ്ടിയാണ്. ഓക്കെ, എന്തായാലും വേറെ ഇനിയിപ്പോൾ സ്റ്റോക്ക് ഏതാ കയറാനുള്ളത് നിങ്ങളുടെ? ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് ഒരു 6 വണ്ടിയോളം പെൻഡിങ് ഉണ്ട്. ഞാനൊന്ന് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാം. വെർണ തന്നെ നമ്മുടെ അടുത്ത് 2022 SX ഡീസൽ ഓട്ടോമാറ്റിക് 30,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി വന്നത്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. കുറച്ച് എൻക്വയറി കൂടുതലുള്ള വണ്ടിയാണ്. പിന്നെ അതുമാതിരി അൽക്കസർ 2022 ഡീസൽ ഓട്ടോമാറ്റിക് തന്നെ അൽക്കസർ 80,000 കിലോമീറ്റർ ഓടിയ വണ്ടി, സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വണ്ടി. പിന്നെ XUV 700 നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായ വണ്ടിയാണ്. AX5 ഡീസൽ ഓട്ടോമാറ്റിക്കിൽ, അതും ഡീസൽ ഓട്ടോമാറ്റിക് തന്നെയാണ്. അതും ഏകദേശം 65,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടി നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നെ കിയ കാർണിവൽ 2020 മോഡൽ കാർണിവൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും ലോ കിലോമീറ്റർ 40,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. 36,000 കിലോമീറ്റർ ഓടിയ ബ്ലാക്ക് കളറിൽ വരുന്ന കിയ കാർണിവൽ. പിന്നെ ഹോണ്ട സിറ്റി ഒരു ബ്രാൻഡ് ന്യൂ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരു ZX ഹോണ്ട സിറ്റി വന്നു 2025 മോഡൽ 4,000 കിലോമീറ്റർ ഓടിയേക്കണം. അപ്പൊ ഇത്രയും കാറുകൾ പുറകിൽ വരാനുണ്ട്. അപ്പൊ ഏത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. ഈ വണ്ടികൾക്കൊക്കെ നമ്മളെ വിളിക്കാം. ഇപ്പുറത്തെ വണ്ടിയൊക്കെ വിളിക്കാം. റീഫർബിലായിരിക്കും, കയറിയിട്ടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.